നമ്മുടെ ഒരു കറന്റ് ട്രെൻഡ് അനുസരിച്ച് നമുക്ക് മനസ്സിലാകും നഴ്സസിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. അതിനുള്ള കാരണം എന്തായിരിക്കും? കഴിഞ്ഞൊരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം എടുത്ത് നമ്മൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നഴ്സസ് പ്രിഫർ ചെയ്യുന്ന കൺട്രി ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയക്ക് ഡയറക്റ്റ്ലി അവർക്ക് ആ ഒരു രജിസ്ട്രേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ദേ വിൽ ഗോ ടു UK or Ireland. ആ രജിസ്ട്രേഷൻ ഉള്ള ഒരു ക്ലയന്റിന് ദേ ക്യാൻ ഡു ദ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ UK രജിസ്ട്രേഷൻ വെച്ചിട്ട് ദേ വിൽ ഫസ്റ്റ് ടേക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ, അതിനുശേഷം ഒരു ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്ത് അവിടെ നിന്നൊരു എംപ്ലോയറെ കണ്ടുപിടിച്ചിട്ട് അവർ ഫ്രം UK ടു ഓസ്ട്രേലിയ ദേ വിൽ മൂവ്. ഓക്കെ, ഇത് ഈ സെയിം സിനാരിയോ ആണ് വിത്ത് അയർലൻഡ് ഓൾസോ. ഓക്കെ, അപ്പോൾ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും തമ്മിൽ ഇവരൊരു ഇന്റർനാഷണലി ദെയർ ഇസ് സം എഗ്രിമെന്റ്സ്. ഓക്കെ, അപ്പോൾ ആ എഗ്രിമെന്റ് പ്രകാരം ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ കിട്ടിയ ഒരു നഴ്സിന് ദാറ്റ്സ് ഈക്വലന്റ് ടു ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ. Okay, it's an online process. They just need to get all the details and to enter all the details and they will get the AFRA registration. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള നഴ്സിംഗ് രജിസ്ട്രേഷന്റെ പേരാണ് ആഫ്ര. ഓക്കെ, അപ്പോൾ ഈ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ലുക്ക് ഫോർ എംപ്ലോയീസ്. ഓക്കെ, അപ്പോൾ അവരുടെ ന്യൂസിലൻഡിലെ എക്സ്പീരിയൻസും അവരുടെ നാട്ടിലെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് ഇഫ് അവർക്കൊരു ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ന്യൂസിലൻഡിലെ തന്നെ സെയിം ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് ഓസ്ട്രേലിയയിൽ. പിന്നെ പേയും ഓസ്ട്രേലിയ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും അൾട്ടിമേറ്റ്ലി എല്ലാ നഴ്സസും പ്രിഫർ ചെയ്യുന്ന ഓസ്ട്രേലിയയാണ്. അപ്പോൾ അതിനകത്തേക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ന്യൂസിലൻഡിലേക്കുള്ള രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത്. സ്ട്രേറ്റ് അവേ വിത്തിൻ 2 years അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും.